ഹലോ, അങ്ങനെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോയില് നമ്മുടെ ദേവു നമ്മുടെ രേവതിക്ക് വേണ്ടിയുള്ള ഒരു പൈസയ്ക്ക് വേണ്ടി ഒരു ഫിനാൻസിയറിന്റെ അടുത്തേക്ക് പോകുമായിരിക്കും. അപ്പൊ അവിടെ പോകുന്നതിനിടയിൽ നമ്മുടെ അരുണിനെ കാണുന്നുണ്ട്. അപ്പൊ അരുണിന്റെ അടുത്ത് ഇങ്ങനെ പറയും, ഒരു പലിശക്കാരനെ കാണാൻ പോയതാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അരുൺ പറയും, നീ ആരുടെ മുന്നിൽ കൈനീട്ടണ്ട, എൻ്റെ കയ്യിൽ പൈസയുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ അരുൺ പൈസ കൊടുക്കുന്നു. ശേഷം നമ്മുടെ ദേവു ഈ പൈസ കൊണ്ടുപോയി നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നു. രേവതി ഭയങ്കര സന്തോഷത്തില് പൂക്കടയിൽ കൊടുക്കാനുള്ള പൈസ കിട്ടി എന്നും പറഞ്ഞിട്ട് ഓടിച്ചാടി സന്തോഷത്തില് വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറി ഈ പൈസ പൂക്കടയിൽ കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഈ കാര്യം നമ്മുടെ ചന്ദ്രമതി വിളിച്ചിട്ട് മറ്റേ പെണ്ണിനെ വിളിച്ചു പറയുന്നുണ്ട്. അവൾക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയും അത് മുടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ആ പെണ്ണ് രണ്ട് കള്ളന്മാരെ വിടുന്നുണ്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്നും ഈ പൈസ മോഷ്ടിക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ ഈ കള്ളന്മാര് ചേർന്ന് പോയിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്നും ഈ പൈസ ബലമായിട്ട് പിടിച്ചു മേടിച്ച്, എന്താ പറയാ, ആ, ഇങ്ങനെ ബൈക്കിന് ഇങ്ങനെ പാഞ്ഞു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ചെന്ന് പെടുന്നത് നമ്മുടെ അച്ചമ്മയുടെ മുന്നിലായിരിക്കും. അച്ചമ്മയും അച്ചമ്മയുടെ നാട്ടുകാരനും ഉണ്ടാവും കേട്ടോ. ഇവരിങ്ങനെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഈ കള്ളന്മാരെ തടഞ്ഞ് നമ്മുടെ അച്ചമ്മയും ഈ അച്ചമ്മയുടെ നാട്ടുകാരനും കൂടെ നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ നമ്മുടെ അച്ചമ്മയായിരിക്കും ഈ പൈസ തിരികെ നമ്മുടെ രേവതിക്ക് മേടിച്ചു കൊടുക്കാൻ പോകുന്നത്. ചന്ദ്രമതിയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്നും എല്ലാവരും അറിയും, അല്ലേ കൂട്ടുകാരെ? കാത്തിരിക്കാട്ടോ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.